പലതരത്തിലുള്ള കഴിവുള്ള പലരും നമുക്ക് ചുറ്റുമുണ്ട്. പക്ഷേ നമ്മൾ പലരും തിരിച്ചറിയാതെ പോകുന്നുണ്ട് എന്ന് തന്നെയാണ് അതിൽ നിന്നും മനസ്സിലാക്കേണ്ടത്. ഓട്ടോറിക്ഷ ഓടിക്കുമ്പോഴും കുട്ടിക്കാലത്ത് മനസ്സിൽ ചേക്കേറിയ കായിക സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാക്കി മുന്നേറുകയാണ് തൃശ്ശൂർ മണ്ണമ്പേട്ട സ്വദേശിയായ സനോജ്. തൃശ്ശൂരിൽ പ്രസന്ന ഓഫീസറായും ജോലി ചെയ്ത സനോജ് ഒരു സർവകലാ വല്ലഭൻ തന്നെയാണെന്ന് പറയാൻ കഴിയും. സിനിമാമുഖിയും കായികപ്രേമിയും ഒക്കെയായ സനോജിൻ്റെ വിശേഷങ്ങൾ അറിയാം. യൂണിഫോം സർവീസ് സ്വപ്നം കണ്ടാണ് മണ്ണമ്പേട്ടയിലെ PK സനോജ് കേരളവർമ്മ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് ചേർന്നത്. പക്ഷേ കാലം അനുകൂലമായിരുന്നില്ല. ഓട്ടോറിക്ഷ തൊഴിലാളിയായി ജീവിതം തുടങ്ങിയെങ്കിലും സ്വപ്നം കൈവിട്ടില്ല. സ്പോർട്സ് ഇനങ്ങളിൽ മികച്ച നേട്ടം കൈവരിച്ചാൽ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി താൽക്കാലികമായെങ്കിലും യൂണിഫോം അണിയുന്ന ജോലി ചെയ്യാമെന്ന വിവരം കിട്ടി. കായികക്ഷമതയുണ്ട്. അതിനാൽ ആദ്യം ഓട്ടമത്സരം എന്ന യജ്ഞത്തിലേക്ക് കടന്നു. മാസ്റ്റേഴ്സ് മീറ്റിൽ പങ്കെടുത്തു. സംസ്ഥാന തലത്തിൽ 100-200 മീറ്റർ ഓട്ടത്തിൽ സ്വർണം നേടി. മലേഷ്യ, ഇന്തോനേഷ്യ, ശ്രീലങ്ക എന്നിവിടങ്ങളിൽ നടന്ന രാജ്യാന്തര മാസ്റ്റേഴ്സ് അത്ലറ്റിക്സിലും പങ്കെടുത്ത് ജയം നേടി. ഇതിൽ പങ്കെടുക്കാനായി നാട്ടിൽ നിന്നുള്ള സ്പോൺസർമാരുടെ സഹായമുണ്ടായി. പിന്നീട് മാസ്റ്റേഴ്സ് നീന്തലിൽ മെഡലുകൾ കൊയ്തു. അപ്പോഴാണ് തൃശൂർ ജില്ലാ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ നിന്ന് അറിയിപ്പെത്തിയത്. തൃശൂർ സെൻട്രൽ ജയിലിലേക്ക് അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ തസ്തികയിൽ 6 മാസത്തേക്ക് സനോജിനെ നിയമിച്ചു. ജയിൽ യൂണിഫോം ഇട്ട ജോലി ചെയ്തു. 179-ാം ദിവസം ജോലിയിൽ നിന്നും വിടുതൽ ചെയ്തപ്പോൾ ജയിൽ സൂപ്രണ്ട് നല്ല സേവനത്തിനുള്ള സർട്ടിഫിക്കറ്റും നൽകി. ഞാൻ തൃശ്ശൂർ കേരളവർമ്മ കോളേജിലാണ് പഠിച്ചിരുന്നത്. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ 100 മീറ്റർ റിലേയിൽ സെക്കൻഡ് വന്നിരുന്നു. പിന്നെ അങ്ങോട്ട് ജോലിയും കാര്യങ്ങളൊന്നും കിട്ടിയില്ല. പിന്നെ പ്രീ ഡിഗ്രി വരെ പഠിച്ചുള്ളൂ. പിന്നെ അവിടെ നിന്ന് കുറച്ചാൾ അങ്ങനെ ഓട്ടോറിക്ഷ ഓടിച്ചു. പിന്നെ കല്യാണം കഴിഞ്ഞപ്പോൾ ഉപജീവന മാർഗ്ഗമില്ലാണ്ടപ്പോൾ വീണ്ടും ഓട്ടോറിക്ഷയിലേക്ക് വന്നു. അവിടെ നിന്ന് അങ്ങോട്ട് പിന്നെ അവിടെ മാസ്റ്റേഴ്സ് മീറ്റിന് പോയി. കേരള സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു. അന്നും നീന്തലില്ല. കേരള സ്റ്റേറ്റ് ചാമ്പ്യനായിരുന്നു. പിന്നെ നാഷണൽ സെക്കൻഡ് 2 മെഡൽ വന്നിരുന്നു. പിന്നെ ആദ്യമായിട്ട് മലേഷ്യയിൽ പോയി അവിടെ ഫൈനലൊന്നും കയറിയില്ല. പിന്നെ ഇന്തോനേഷ്യയിൽ പോയി. ഇന്തോനേഷ്യയിൽ മെഡൽ വന്നു. പിന്നെ ആ വർഷം തന്നെ സംസ്ഥാന നീന്തൽ ചാമ്പ്യനായി. പിന്നെ തുടർച്ചയായിട്ട് 3-4 രാജ്യങ്ങൾ പോയി. ഇവിടെ വിയ്യൂർ സെൻട്രൽ ജയിലിൽ എനിക്ക് പ്രസന്ന ഓഫീസറായിട്ട് കിട്ടി. ഇപ്പോൾ ലാസ്റ്റ് പോകുമ്പോഴാണ് നമ്മുടെ തായ്ലാൻഡിലേക്കാണ് പോകുന്നത്. സിനിമാ മോഹം കലശലായപ്പോൾ ചെറിയ വേഷങ്ങൾ ചെയ്തു. ഫഹദ് ഫാസിലിനെ അനുകരിച്ച വേഷമിട്ട് സ്റ്റേജ് ഷോകളും ചെയ്തു. ടെലി സീരിയലുകളിലും വേഷമിട്ടു. ഞാൻ കൂടുതൽ സന്തോഷ് പണ്ഡിൻ്റെ പടത്തിൽ വില്ലൻ ക്യാരക്ടർ ചെയ്തിരുന്നതാണ്. അതാണ് എൻ്റെ ബിഗ് സ്ക്രീൻ. പിന്നെ മറ്റുള്ള പടം എന്ന് പറഞ്ഞാൽ സുരാജാൻ്റെ കൂടെ പോലീസ് വേഷം ചെയ്യുന്നത്. ലാസ്റ്റ് പടം ചെയ്യുന്നത് മോഹൻലാലിൻ്റെ മോളുടെ കൂടെയാണ്. പിന്നെ റോമയുടെ ആ പടത്തിൽ അത് നല്ലൊരു വേഷമാണ്. പോലീസുകാരനായിരുന്നു. ഞാൻ ജയിലിൽ വർക്ക് ചെയ്ത കാരണം അവരെന്നെ അതിലെടുത്ത് ഒത്തിരി ഒരു 3-5 സീനുണ്ട്. രാവിലെ 10 വരെ വീട്ടിൽ കൃഷിപ്പണി. ശേഷം ഓട്ടോയുമായി തൃശ്ശൂരിലേക്ക്. വീട്ടിലെത്തിയാൽ ഓട്ടം, നീന്തൽ പരിശീലനങ്ങൾ. അങ്ങനെ പോകുന്നു സനോജിന്റെ ദിനചര്യ. അമൃത ന്യൂസ്, തൃശ്ശൂർ.